ഇന്ന് 1200 1100 കൂലി കൊടുക്കണത് നമ്മളൊരു പണിക്കാരന്. അത് സെൻട്രിങ്ങിൻ്റെ പണിക്കാർക്ക് നമ്മൾ കൊടുക്കണം 1200 1100 കൂലി കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് കൂലിയില്ല, ചിലവുണ്ട്. അതുപോലെ തന്നെ പടവിൻ്റെ ആളുകൾക്കാണെങ്കിൽ 1300 1350 ചിലവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് കൂലി വരുന്ന 1500 രൂപ കൂലിയായി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏകദേശം ഒരു മാസത്തിൽ 20 ദിവസം നമ്മളിവിടെ പണിക്ക് പോയി ബാക്കിയുള്ള ദിവസം കറങ്ങി നടന്നാലും നമുക്ക് നല്ലൊരു പൈസ ബാക്കിയായി കിട്ടും. അത്രയും കൂലി ഉണ്ടെന്ന് ഇവിടെ. ഈ മേഖലയോട്ട് ആരും വരുന്നില്ല. ഇപ്പം എൻ്റെ അടുത്തുണ്ടായ 4 ബംഗാളികൾ പോയപ്പോൾ എനിക്ക് ഇവിടെ ആരും കിട്ടാനില്ല പണിക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വേറെയുള്ള ആളുകളെ നമ്മൾ മലയാളികളെ തന്നെ തേടണം. ആ മലയാളികളിനെ ഇപ്പോൾ ഒരുവിധം ചെക്കന്മാരായിട്ട് ആരും കിട്ടണില്ല. ആരും ഈ ഫീൽഡിലോട്ട് തന്നെ വരുന്നില്ല. അപ്പോൾ ആരെങ്കിലൊക്കെ ഈ ഫീൽഡിലോട്ട് വരികയാണെങ്കിലാണ് ഇനിയും നമ്മളിവിടുത്തെ നിർമ്മാണ മേഖലയിലേക്ക് നമുക്ക് ഇവിടെ മലയാളികളെ കിട്ടണമെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലൊക്കെ വരണം. പുതുതായിട്ടുള്ളൊരു ആളുകൾ ഹെൽപ്പർ, ഞാനൊക്കെ ഇതേപോലെ പണിക്ക് പോയി ഹെൽപ്പറായിട്ട് വന്നിട്ടാണ് ഈ മേഖലയിലോട്ട് വന്നത്. അപ്പോൾ ആരെങ്കിലൊക്കെ ഇനി വെറുതെ നടക്കണൊക്കെ ആളുകളുണ്ടെങ്കിൽ ഈ മേഖലയിലോട്ടൊക്കെ വരിക. അല്ലാതെ വലിയ പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരൊന്നും ഇപ്പോൾ ഈ മേഖലയിലോട്ട് വരില്ല എന്നിപ്പോൾ എനിക്കും അറിയാം. അപ്പോൾ ആരും അധികം വെറുതൊക്കെ നടന്ന് വലിയ ഇതൊന്നും ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ മേഖലയിലോട്ടൊക്കെ തിരിയുകയാണെങ്കിൽ ഇന്ന് മര്യാദ കൂലിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണിന്ന് പറയാനുള്ളത് കേട്ടോ. പണിക്കാരില്ല. നമ്മളിപ്പോൾ ഈ ബംഗാളികളെ തമിഴന്മാരാരും ഇല്ല. അപ്പോൾ ബംഗാളികൾ നമ്മൾ ആശ്രയിക്കേണ്ട അവസ്ഥയും. പക്ഷേ അവരാണെങ്കിൽ അവർക്ക് തോന്നുമ്പോൾ പോകും. അപ്പോൾ നമ്മുടെ അത്രയും വർക്കും കാര്യങ്ങളൊക്കെ ഡിലേ വരും. അവരൊക്കെ അത്രയും കൂലി വാങ്ങുന്നുണ്ട്. ബംഗാളികൾ കണ്ടുമ്പോൾ ബംഗാളികൾക്ക് കൂലി കുറവാകുന്നില്ല, എല്ലാവർക്കും നല്ല കൂലിയുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ്, എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ.